ഇത് ഇവിടെ നെല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി എവിടെ? ചേട്ടന് ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ. പെരപണിയുന്നിടത്തുണ്ടാവും. അവന്റെ കാര്യം ഒന്നും പറയണ്ട. അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം അടുപ്പത്ത് വയ്ക്ക്. ഇരിക്കു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അമ്മണിയേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവക്കാകെ ഒരു അസുഖമുള്ളൂ, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചതല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ടാവാമെന്ന് വെച്ചാ നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത്. ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ? രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു. എനിക്കറിയാം. കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തൻ്റെ മോൾ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾ തൻ്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം. ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ടാ ഇങ്ങനെ നോക്കുന്നത്? ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും. എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാൽ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും. പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണക്കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ. ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് നോക്കാൻ ചെറുക്കനൊരു ജോലി വേണ്ടേ? മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോന്ന് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കടാ. ഓടാവിടുന്ന്. അങ്ങനെ ഇടതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട. അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തൻ്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ. കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്. അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാതെ പോടിയപ്പുറത്ത്. മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ? അധികം സംസാരിക്കൊന്നും വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തങ്ങ് വെച്ചിരും കേട്ടോ ആസത്തെ. വെറുതെ നിന്ന് ചിണുങ്ങണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില. ഏയ്, ഇത്രയ്ക്ക് പിണങ്ങാൻ എന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളോണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ. എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ. ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടൂ? ദേഷ്യപ്പെടൂ? എന്താ നിന്റെ കാശ് വല്ലതും പോയോ? അതല്ല, നമ്മുടെ രമയുടെ കാര്യ. എന്താ? പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്. ഇല്ല.
നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ. നീ കാര്യം പറ. രമ ഉം. അവളുടെ മലയാള ലെക്ചറുമായി ഉം. സ്നേഹത്തിലാണെന്ന്. കൊല്ലും ഞാൻ. പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നോടി? കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുട്ടിനും തല്ലുപിടിച്ച മൂലക്കിടും. പ്രേമാണ് പോലും. നോക്കി പഠിക്കുന്നു. ഉണ്ണി എന്താ ഉണ്ണി? എന്താണോ എടുത്ത മണ്ടലോടത്ത് വെക്കേ. എന്താ മോള് പാരലൽ കോളേജിലെ വാധ്യാരോട്ട് പ്രേമത്തിലാണെന്ന്. എടി, ഇങ്ങോട്ട് മാറി നിൽക്കണേ. അമ്മേ, അച്ഛാ ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയില്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാളിച്ച് ലാളിച്ച് അവളിങ്ങനെ ചീത്തയത്. ഒന്ന് മാറിക്കേ. ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടെയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ശ്ശോ, ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ? അയൽവക്കക്കാരെ കൂടെ അറിയിക്കണം. അറിയില്ലടി. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാലാൾ അറിയട്ടെ. ഇവളുടെ തോന്നിയ ശരിക്കും. നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അല്ല എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ നേരം വിളിക്കട്ടെ. ഇതിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. മോണോ അറി നീ ഇനി അവനെ കാണൂ. കാണും. ഞങ്ങൾ തമ്മിൽ അടുപ്പാണ്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമായിരിക്കും. ആരെതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും. ആ പാത്രം കൊണ്ട് മാറ്റി വെച്ചേ. അല്ല ഇവിടെ വന്ന് നിൽക്കുക. നല്ല പാർട്ടിയാ. വാ മോളോട്ട് പോവാം. അവിടെ നമ്മുടെ മുറി. എന്തേ? വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അകന്ന് നിൽക്കുന്നത്. അതുകൊണ്ടെന്താ? അല്ല അവിടെ കൊണ്ടാക്കണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാ. ഞാൻ വലിയ മഹാകവിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക തന്റെ ചേട്ടൻ നടൻ. മഹാകവിയോ? ആ അന്ന് അങ്ങേര് എന്നെ കാണാൻ കോളേജ് വന്നപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു ബുദ്ധിയെ കളിച്ചു. ഒരു കവിതയും കാച്ചി. അല്ലെങ്കിൽ റോട്ടി വെച്ച അന്ന് ഞാൻ തല്ലുകൊണ്ടേനെ. ഇന്ന് കല്യാണ തിരക്കിനിടയ്ക്ക് എന്നോട് പറയാ അവരുടെ അടുത്ത നാടകത്തിനൊരു പാട്ട് എഴുതി കൊടുക്കാൻ. എന്നോട് നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അപ്പുറത്തോട്ട് ചെല്ലേ. അവിടെ 100 കൂട്ടം പണിയുണ്ട്. മോളെ ഇവര് പുറപ്പെടുക അത്രേ. കേട്ടോ ശാരദേ, ഈ കുട്ടിയ എന്റെ മരുമകളായിട്ട് വരാൻ പോകുന്നു പറഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്താ ഭഗീരഥമേ നിങ്ങൾക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലെന്ന്. കാര്യം സ്വത്ത് കുറച്ച് കുറവായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കേണ്ടത്. ആഭരണങ്ങളില്ലെന്നോ ഒരു ഡ്രൈവറുടെ മോളാണെന്നോ ഇതൊന്നും ഞാൻ നോക്കിയില്ല. ജഡ്ജി ശിവദാസ മേനോന്റെ മോള് മാലതിയുടെ ആലോചന വന്നതാ. അവരാണെങ്കിൽ നമ്മുടെ തരാതരക്കാരാ. പക്ഷെ ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാകുമ്പോ ഒന്നുമില്ലെങ്കിലും അടുക്കള പണിയെങ്കിലും അറിയാലോ. വാ വരട്ടെ വരട്ടെ. എഴുതിയോ? വല്ലേക്കാടൻ കുട്ടപ്പൻ 1 2 3 30 രൂപ. മാട്ടാത്തൊടി രാജൻ 50 രൂപ. കുന്നുംപുറത്ത് കൃഷ്ണൻകുട്ടി 25 രൂപ. കുന്നുംപുറത്തുകാർ 25 രൂപയെ തന്നുള്ളൂ. അവന്റെ പെങ്ങളുടെ കല്യാണത്തിന് നമ്മൾ 25 കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണത്തിനോട് ഗോവു മാത്രമേ പോയുള്ളൂ. ഇത് കുന്നുംപുറത്ത് 3 പേരെ വന്ന് മിഷ്ടാനം ഉണ്ടേച്ചു പോയത്. കല്യാണ തിരക്കിനിടയ്ക്ക് നീ അത് നോക്കിയോ? നോക്കാതെ പറ്റില്ല അച്ഛാ. വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊരു ആശംസ കാഴ്ചയാലൊന്നും കല്യാണത്തിന് നടക്കുകയില്ല. ഓണം കൊണ്ട് കാര്യമാറായി. എനിക്ക് ഉറക്കം വരുന്നു. അവൻ പോയി കിടന്ന് ഉറങ്ങട്ടാ ഉണ്ണി. പ്രേമ നീ പോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവനും കണക്കറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട. എടാ ഗോപു, നീ ഇരുന്ന് എഴുത്. വേണ്ട, ഞാൻ എഴുതാം. നീ വരുന്ന് പഠിക്കടാ. വേണ്ട, ആരും സഹായിക്കണ്ട. ഞാൻ തന്നെ എഴുതിക്കോളാം. വീട്ടിലായാലും ബാങ്കിലായാലും കണക്കെടുത്ത് നമ്മുടെ അവിടെ തന്നെ. ഒന്നുമില്ലേ? സംഭാവനക്കാരുടെ ലിസ്റ്റ് എടുപ്പായിരുന്നു. പണത്തിന്റെ കണക്ക് തലയിൽ കയറിയ മനുഷ്യന്റെ വിവേകം നശിക്കും. ഉണ്ണിയേട്ടന്റെ കണ്ണില് ലോകം മൊത്തം ഒരു ബാങ്കാ, വേൾഡ് ബാങ്ക്. വല്ല നാടകത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു രംഗത്ത് എടോ നിഷ്ഠുര കാപാലിക, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, തന്റെ പണക്കണക്ക് പോയി തൊലയട്ടെ എന്നൊരു ഡയലോഗ് കാച്ചാമായിരുന്നു.
പഴങ്ങളുടെ തട്ടവിടെ? ആപ്പിളും ഓറഞ്ചും ഒക്കെ അങ്ങനെയാണല്ലോ രീതി. പിന്നെ ഒരു ഗ്ലാസ് പാല്. സിനിമയിലൊക്കെ ആദ്യ രാത്രി തുടങ്ങി കണ്ടിട്ടുള്ളത് ഇതൊക്കെ നല്ലോണം ഭക്ഷിച്ചോണ്ടാ. പാലുണ്ടായിരുന്നു, തണുത്തു തുടങ്ങിയപ്പോ ഞാൻ കുടിച്ചു. ഓ, അപ്പൊ ദൈവത്തിനുള്ളത് പൂജാരി വിഴുങ്ങി. കുഴപ്പമില്ല, തൽക്കാലം ഈ ദൈവം ശപിക്കുന്നില്ല. മാത്രമല്ല, വരം വല്ലവും വേണേ ചോദിക്കുകയും ആവാം. ഒടുവിൽ പറഞ്ഞത് കാര്യമായിട്ടാ. ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഇന്ദുവിന് തുറന്നു പറയാം. എന്നാ പറയട്ടെ? തീർച്ചയായും. നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനോ? ഉം. ആദ്യ രംഗത്ത് തന്നെ ആന്റി ക്ലൈമാക്സ് വേണോ എന്റെ ഭഗവാനെ? അമ്മേ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. ഏ? സിനിമയ്ക്ക്. സിനിമയ്ക്കോ? ഇന്ന് എന്താ ആഴ്ച? ഞായറാഴ്ച. എടാ, ഞായറാഴ്ച ആരെങ്കിലും സിനിമയ്ക്ക് പോവോ? ഞായറാഴ്ച സിനിമയ്ക്ക് മുടക്കൊന്നുമില്ലല്ലോ. അതല്ല മോളെ, ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്കിനിടയിൽ ക്യൂ നിൽക്കാനും ടിക്കറ്റ് എടുക്കാനും എന്റെ മരുമകള് ബുദ്ധിമുട്ടുന്നത് എനിക്ക് സഹിക്കില്ല. നിങ്ങൾ നാളെ പൊയ്ക്കോ, വേണമെങ്കിൽ അമ്മയും വരാം. എന്നാ പിന്നെ നമുക്ക് നാളെ പോവാം. ആ, നാളെ ഉച്ച കഴിഞ്ഞ് മാറ്റിക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ചെല്ല്. ജ്ഞാനത്തിൽ ആയവർ തൻ ഗുണത്തിൽ മറഞ്ഞ ഈ ശക്തിയെ അങ്ങ് കണ്ടാൽ നാളെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ സിനിമയ്ക്ക് പോവാം കേട്ടോ. വേണ്ട, ഞാനില്ല. അമ്മയും മോനും കൂടെ പോയി കണ്ടാ മതി. അയ്യേ, എന്താ ഇത്? അമ്മ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ലേ. അത് എനിക്കൂടെ തോന്നണ്ടേ? കോംപ്ലക്സാ. മരുമോൾ വന്നപ്പോ മോന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുള്ള പേടി. ദേ, പറഞ്ഞു പറഞ്ഞ് കാട് കയറണ്ട. തൽക്കാലം അമ്മ പറയുന്നത് കേട്ട് നടന്നാ മതി. നീ ഇത് മുഴുവനും ഇന്ന് അലക്കാൻ പോവാ? കുറച്ചവിടെ ഇട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. വേണ്ടമ്മേ, ഒറ്റ അലക്കിന് തീർന്ന അതാ സുഖം. അച്ഛനെ ഷർട്ടിങ് തന്നെ. ഓ, ഇത് മുഷിഞ്ഞില്ല മോളെ. ഇന്നലെ ഇതല്ലേ ഇട്ടത്, മുഷിഞ്ഞില്ലേലും സാരമില്ല. എന്റെ ഷർട്ട് മുണ്ടും എടുത്തോട്ടെ. ആ, കണ്ടോ, പഠിക്കുന്നതിനിടയിൽ അവന്റെ ഒരു കാര്യാന്വേഷണം. വായിക്കുന്ന പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കടാ. ഹോ, ഈ ചെക്കനെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്നലെ അവൻ എന്നോട് പറയാന്നേ, അവന് ഡ്രൈവിംഗ് പഠിക്കുന്നതാ ഇഷ്ടംന്ന്. അതിനെന്താ ഇത്ര കുറവ്? നല്ല അന്തസ്സുള്ള ജോലി തന്നെ ഡ്രൈവിങ്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചാ. പക്ഷെ നിന്നെ പോലെ ബുദ്ധി കുറഞ്ഞവന്മാർക്ക് ആ പണി പറഞ്ഞിട്ടില്ലടാ. നീ പുസ്തകം കാണാപ്പാടം പഠിച്ച് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മറ്റോ ആകാൻ നോക്ക്. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ദേവി, എനിക്ക് തെറ്റിപ്പോയി. സത്യത്തിൽ നീ ഒരു കാളസർപ്പമായിരുന്നു. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ചേച്ചി പറഞ്ഞത് കേട്ടോ, നമ്മളോട് പുറത്തൊക്കെ ഒന്ന് പോയി വരാൻ. വല്ല സിനിമയ്ക്കോ മറ്റോ. അതൊന്നും വേണ്ട. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ എന്തേ? കരുതി. അത് ഇവിടെ ഇപ്പോ നല്ല സിനിമയൊന്നും ഓടുന്നില്ല. നല്ലതോ ചീത്തയൊന്നും കണ്ടാലല്ലേ പറയാൻ പറ്റൂ. ഇപ്പോ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാ ഞാൻ കണ്ടുമുട്ടിയ ആദ്യ. എനിക്ക് ചീത്ത പടം കണ്ടാ മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട. കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ മതി. അതല്ല, സത്യം പറയാലോ, നമ്മൾ ഒന്നിച്ച് പകൽ വെളിച്ചത്തിൽ നടന്നാല് അതെന്റെ ഇമേജിന് സ്വല്പം മോശമാണ്. എന്ന് വെച്ചാൽ എന്റെ ലേഡീസ് ഓഡിയൻസ് അപ്സെറ്റ് ആവും. മോഹൻലാൽ പെണ്ണ് കെട്ടാൻ പോകുന്ന വിവരം അറിഞ്ഞ് അയാളുടെ എത്ര ലേഡീസ് ഫാൻസാ നിരാശപ്പെടുന്നതെന്ന് അറിയുമോ നിനക്ക്? കെട്ടാത്ത നടന്മാരെ ആ ലേഡീസിന് ഇഷ്ടം. ലേഡീസിന് മാത്രമല്ല, എല്ലാവർക്കും. പിന്നെന്തിനാ കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയൊന്നല്ലല്ലോ. ഇപ്പോഴല്ല, നാളെ ചിലപ്പോ ആയിക്കൂടൊന്നില്ലല്ലോ. വടകരയില് ഞങ്ങളുടെ നാടകം കാണാൻ വന്ന സിനിമാ പ്രൊഡ്യൂസർ എന്നെ കനത്ത രീതിയിലൊന്ന് നോട്ടോട്ടിരിക്കുകയാണ്. തമാശയല്ല, ഒരു മഹാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു യഥാർത്ഥ കലാകാരന്റെ അമ്മ അവരുടെ 70-ാം വയസ്സിലും ചെരുപ്പില്ലാതെ നടക്കും. അവന്റെ ഭാര്യ പട്ടിണി കിടന്ന് നരകിക്കും. ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ തത്വമൊക്കെ മറക്കാം. മുഖം വീർപ്പിക്കണ്ട. ഉച്ച കഴിഞ്ഞിറങ്ങാം. ഒരു കറക്കം, ഒരു മാറ്റിനി. ചെല്ലു, ഒരു ചായ കൊണ്ടുവാ. ചെല്ലാൻ. കണ്ടുമുട്ടിയ ആദ്യ നാളുകളിൽ ഞാൻ കരുതി നീ ഒരു മാലാഖയായിരിക്കുമെന്ന്. ആവൂ, ഞങ്ങൾ സംശയിച്ചിരിക്കായിരുന്നു. പ്രോഗ്രാം നേരത്തെ പറയാത്തതുകൊണ്ട് പ്രേമൻ ഇവിടെ കാണുമെന്ന്. കവിതാലയക്കാരുടെ ഹീറോയിനിക്ക് സുഖമില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു പകരക്കളി വീണ് കിട്ടി. നമുക്ക് പോയിക്കളെ. ഇന്ന് വേണ്ടെന്ന് പറയുന്നേ. അത് പറ്റില്ല.
ആ മഹാൻ കലാകാരന്മാരെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു യഥാർത്ഥ കലാകാരന്റെ ഭാര്യയ്ക്ക് ഇതുപോലുള്ള പല ദുർഘട ഘട്ടങ്ങളെയും അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷണമാണ് കുട്ടി, പരീക്ഷണമാണ്. ദേ ഇങ്ങോട്ട് വന്നേ, പറഞ്ഞോ. ഇങ്ങോട്ട് വരുന്നേ. നമ്മുടെ ആശ ദൈവം കേട്ടു എന്നാ തോന്നുന്നേ. നമ്മുടെ ഏതാശ? ഗീതയ്ക്ക് വിശേഷം ഉണ്ടോന്നൊരു സംശയം. ആ നിന്നോട് പറഞ്ഞോ? 2-3 ദിവസം മുമ്പ് ഒരു സൂചന തന്നിരുന്നു. ഇപ്പതാ കടുമാങ്ങ ഇട്ട ഭരണിയുടെ കെട്ട് പൊട്ടിച്ചിരിക്കുന്നു. നവംബറില അല്ല, സുഖപ്രസവമാണെ കുഴപ്പമില്ലായിരുന്നു. വല്ല കോംപ്ലിക്കേഷൻ അടച്ചെങ്ങനെ ഉണ്ടായെങ്കിലും ഒന്ന്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് മതിയായിരുന്നു. എന്നാൽ ഇതങ്ങ് വേണ്ടെന്ന് വെക്കാം. എന്നാണോ ഞാൻ പറഞ്ഞത്? എടി, നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഒന്ന് ചിന്തിക്കണ്ടേ? നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പാർട്ടി കടന്നു വരികയാണ്. അതിനു മുമ്പ് നമ്മളൊന്ന് തയ്യാറാവണ്ടേ? പിന്നെന്താ ഇങ്ങനെ ഒരു സ്നേഹം ഇല്ലാത്ത പോലെ? സ്നേഹമില്ലെന്നോ? ആർക്ക്? ഇങ്ങോട്ട് നോക്ക്. ഒരച്ഛനാകുന്നതിന്റെ ത്രില്ലൊക്കെ എനിക്കും ഉണ്ടടി. എന്നാ താമസിക്കണ്ടെന്ന് പറയൂ ഗീതോട്. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. മാത്രമല്ല ട്രെയിനിന്റെ കാര്യം വിശ്വസിക്കാനും പറ്റില്ല. ചിലപ്പോ നേരത്തെ വരും, അല്ലെങ്കിൽ എത്ര കാത്തിരുന്നാലും വരൂല്ല. പ്രസവത്തിനാണെങ്കിലും അവളോട് ഇന്ന് പോകാന്ന് പറയുമ്പോ മനസ്സിന് വല്ലാത്ത വിഷമം. മാത്രമല്ല ദൂരവും കൂടുതലല്ലേ. ഇന്നത്തെ കാലത്ത് ദൂരെ ഒരു പ്രശ്നമാണോ? ഹേ, നിങ്ങൾക്ക് അവളെ കാണണം തോന്നുമ്പോ എപ്പോ വേണമെങ്കിലും വരാലോ അങ്ങോട്ട്. അതല്ലേ ഞാൻ ആലോചിക്കുന്നേ. പ്രസവം ഇവിടെ ആക്കിയാൽ എന്താ? അവിടെ ഗീതയുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇവിടെ ആകുമ്പോ സ്ഥിരമായിട്ട് നോക്കുന്ന ഡോക്ടറുണ്ട്, പിന്നെ ഞങ്ങളെല്ലാം ഉണ്ട്. എന്ന് വെച്ച് നാട്ടുനടപ്പ് നടത്തണ്ടാന്നാണോ? അവളുടെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ, അമ്മയുണ്ട്, അമ്മാവനായിട്ട് ഞാനും ഉണ്ട്. ഒരു പ്രസവം നോക്കാനുള്ള ശേഷിയും ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. അയ്യോ, അതല്ല പറഞ്ഞത്. അത് തന്നെയാ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു 10 ദിവസം അവളെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചില്ലെങ്കിലേ നാട്ടുകാർ ഞങ്ങളെ കളിയാക്കും. അവളുടെ അമ്മയാണ് ഇവിടെ കാത്തു നിൽക്കുക. ആരോഗ്യം ഉണ്ടായിരുന്നേ അവളോട് വന്നേനെ കേട്ട്. ഇക്കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ അയ്യോ. ഞാൻ വരുന്നേ. അച്ഛനത്തിന് ആവശ്യമില്ല ടെൻഷൻ ഉണ്ടാക്കുന്നേ. അങ്ങനെ അല്ലെങ്കിലേ ചൂടനാ. ഇനി ഇതുകൂടെ വഴക്കാവും. ആദ്യ പ്രസവം എന്നൊക്കെ വെച്ചാൽ പെൺവീട്ടുകാരുടെ അവകാശമാണ്. മാത്രമല്ല ഇതിനൊക്കെ ഇപ്പൊ എന്താ ചെലവെന്നറിയോ? ഗീതേ, പെട്ടെന്ന് റെഡിയാവും. ഞാൻ പോയി വണ്ടി വിളിച്ചിട്ട് വരാം. അമ്മ അധികം പണിയൊന്നും എടുക്കരുത്. പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ ആ കാർത്തിയാനെ വിളിപ്പിച്ചിട്ട് അവളെ കൊണ്ട് അലക്കിച്ചാ മതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മോള് ദേഹം അനങ്ങാതെ സൂക്ഷിക്കണം. ദേഹം അനങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. മോളതൊന്നും കേക്കണ്ട. ശരി. ഇന്ദു, പ്രേമനോട് വഴക്കിടരുത്. അവനെ ആള് പാവാ. ഞാൻ വരുമ്പോഴേക്ക് നീ പുതിയ വിശേഷങ്ങളൊക്കെ പറയണം. ആ ഗോപു, ഇത്തവണ പരീക്ഷാഫലം വരുമ്പോ ഇവരൊക്കെ ഞെട്ടണം. അല്ലെങ്കിലും എന്റെ പരീക്ഷ പോലെ അറിയുമ്പോ ഇവരൊക്കെ ഞെട്ടാറുള്ളതല്ലേ? അങ്ങനെയല്ല, ക്ലാസ് വാങ്ങിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാ ഗോപുവിന് പറ്റും. പറ്റും. അച്ഛാ, മഞ്ഞത്തൊന്നും ഇറങ്ങി നടക്കരുത്. പിന്നെ സ്വാമിമുറിയിൽ രാസനാഥ് പൊടി വാങ്ങി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ ഉടനെ അത് തലേ തിരുമണം. മൂക്കിലൊഴിക്കുന്ന തുള്ളിമരുന്നിന്റെ കാര്യം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ദു, ആ മരുന്നിന്റെ കാര്യം മറക്കല്ലേ. മോള് സമയമാകുന്നതിന് മുമ്പ് തന്നെ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ആകണം. വേദന തോന്നുമ്പോൾ കൊണ്ടുപോകാൻ പെട്ടെന്ന് ആരും ഉണ്ടായെന്ന് വരില്ല. പിന്നെ അച്ഛനൊന്നും പേടിക്കാതിരുന്നേ. ഇത് കണ്ടോ അമ്മേ, അച്ഛനെ പേടി മുഴുവൻ. അല്ല, ആദ്യമായിട്ട് മുത്തശ്ശനാകാൻ പോലെ. അപ്പൊ അതിന്റെ ഒരു അതെ അതെ അതെ. വേറെ പിന്നെ അമ്മേ, വടക്കേലെ കാർത്തൂന് ഇന്നലത്തെ നെയ്യിന്റെ കാശ് കൊടുത്തില്ല, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ മുളയടിക്ക് ദിവസം വെള്ളം ഒഴിക്കണം. അതൊക്കെ അമ്മ നോക്കിക്കോളാം. വണ്ടി വന്നു, ഒന്ന് വേഗം ഇറങ്ങാ. ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ മോനെ? ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും സ്റ്റേഷനിൽ എത്തിക്കോളൂ. ടാക്സി ആകുമ്പോൾ 25 രൂപ, ഇതാവുമ്പോൾ 10 രൂപ നിൽക്കും. ബാബാ, 2 രൂപ കൂടുതൽ തരാന്ന് പറഞ്ഞു. തരത്തില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. സൂട്ടിച്ചായ കയറ സാരി ഒന്നും കുത്തിക്കരുത്. അപ്പൊ പൈസയുടെ കാര്യോ? ആള് കയറട്ടോ.
ഒരു ഓട്ടോ കൂടെ വേണ്ടി വരുമോ? എന്തിന്? ഇനിയും കയറില്ല 7 എണ്ണം വേണമെങ്കിൽ. അമ്മേ ഭഗവതി. അച്ഛാ നാളെ ഞാൻ വരും.